പ്രതിരോധ മേഖലയിലേക്ക് 3000-ലധികം ഉദ്യോഗാർത്ഥികളെ ഒരുക്കിയ എസ് അക്കാദമി കാർഗിൽ വിജയ് ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളിൽ ദേശീയ ബോധവും ചരിത്രബോധവും വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ നടത്തി. എസ് അക്കാദമി ഹാളിൽ നടന്ന മത്സരത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ജൂലൈ 26 കാർഗിൽ വിജയ് ദിനത്തോടനുബന്ധിച്ചാണ് മത്സരം സംഘടിപ്പിച്ചത്. രാജ്യത്തിന്റെ പ്രതിരോധ ചരിത്രം, ഇന്ത്യൻ സായുധ സേനയുടെ സേവനങ്ങൾ, ദേശീയ പ്രാധാന്യമുള്ള സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് വിദ്യാർത്ഥികളിൽ വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്ത പ്രാഥമിക റൗണ്ടിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച 38 പേരാണ് ഗ്രാൻഡ് ഫിനാലെയിലേക്ക് യോഗ്യത നേടിയത്. ആവേശകരമായ മത്സരത്തിൽ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മുൻ എയർ മാർഷൽ MS മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യസ്നേഹവും ദേശീയ ബോധവും വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നതിൽ ഇത്തരം വിജ്ഞാനപരമായ മത്സരങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രവും സൈനികരുടെ ത്യാഗവും പുതുതലമുറ അറിയേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. Kudos to all the prize winners, great achievement, and I'm sure others will be motivated to participate in greater number next year and win crash prizes. But I just want to end with a question. നിങ്ങൾ വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നാവുന്നു, പഠിക്കാത്തവർ നന്നാവുണ്ടോ? ഉണ്ടോ? Yes or no? So why do you study? There's a book, a short story book written by Somerset Maugham. He's a short story writer. There's a short story I'll tell you in Malayalam. പള്ളിയിൽ ഒരാൾ മണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റൂളിംഗ് കേം 10ാം ക്ലാസ് അവന് പള്ളിയിൽ അച്ഛൻ പറയും 8 മണിയായി 8 വാശ അടിക്കാൻ പറയും. അപ്പോൾ 8 വാശ 4 മണിയായി 4 മണി. So they put an order stating that the person who is going to ring the bell should be minimum 10 pass. ഇല്ലെങ്കിൽ പറ്റിയാൽ അവന് പഠിക്കാൻ ഭയങ്കര മടിയായി. He's a rule study now, he left the job. They employed somebody else to ring the bell. Later on what he did was അയാൾ ജോലിയില്ലാണ്ടായപ്പോൾ അയാൾ ഞാൻ പള്ളിക്കുള്ള മണികൾ ഉണ്ടാക്കാം. He started making bells and he became a big businessman. And one of the meetings where a lot of businessmen were there, he was invited, he went there, they had lunch together. So they were just talking, where did you study? Somebody said I studied in Cambridge, somebody said I studied in Oxford. When it came to this guy, he asked him, where did you study? He said, no, I didn't study, I studied only up to class 8. SS അക്കാദമി ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ A. സുരേന്ദ്രൻ, പ്രിൻസിപ്പൽ സുഷമ K. സുരേന്ദ്രൻ, ഡോക്ടർ K. സുരേഷ്, V. ധനലക്ഷ്മി, K. ദിവ്യ, K. രാധ എന്നിവർ ചേർന്നാണ് ക്വിസ് മത്സരം നയിച്ചത്. മത്സരത്തിൽ സെന്റ് പോൾസ് സ്കൂൾ കൊഴിഞ്ഞാമ്പാറയിലെ B. പ്രഭിത 1ാം സ്ഥാനം നേടി 3000 രൂപയുടെ ക്യാഷ് അവാർഡ് സ്വന്തമാക്കി. 2ാം സമ്മാനമായ 2000 രൂപ വീതം MNKM ഹയർ സെക്കൻഡറി സ്കൂൾ, ചിറ്റിലഞ്ചേരിയിലെ T. റിഷാൻ ഇബ്രാഹിം, BEM ഹയർ സെക്കൻഡറി സ്കൂളിലെ നേഹ ബിലാഷ് എന്നിവർ നേടി. 3ാം സമ്മാനമായ 1000 രൂപ വീതം ഭാരത് മാതാ സ്കൂളിലെ VM ആദികേഷ്, അനിരുദ്ധ അഭിലാഷ്, ശ്രീഹരി സുകുമാരൻ എന്നിവർ കരസ്ഥമാക്കി. മുൻ വിംഗ് കമാൻഡർ K. വേണുഗോപാൽ, രമ്യ വേണുഗോപാൽ, ലക്ഷ്മി മേനോൻ എന്നിവർ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. വിദ്യാർത്ഥികളിൽ പൗരബോധവും ദേശീയ ഉത്തരവാദിത്വബോധവും വളർത്തുന്നതിനും പ്രതിരോധ മേഖലയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും ഇത്തരം പരിപാടികൾ മികച്ച അവസരമാണെന്ന് SS അക്കാദമി പ്രിൻസിപ്പൽ സുഷമ K. സുരേന്ദ്രനും ഫൗണ്ടറും പ്രസിഡന്റുമായ A. സുരേന്ദ്രനും അഭിപ്രായപ്പെട്ടു. രാജ്യസേവനത്തിനുള്ള പ്രചോദനവും പ്രതിരോധ മേഖലയോടുള്ള താൽപര്യവും വളർത്തുന്ന ഇത്തരം പരിപാടികൾ തുടർന്നും സംഘടിപ്പിക്കുമെന്നും അവർ അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.